പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന സൂചന നൽകി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകിയതായും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം കൈമാറാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ അമേരിക്ക ചർച്ച ഈ ആഴ്ച നടക്കുമെന്നും കരാർ ഉടനുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ ലെബനോൺ ഇസ്രയേൽ 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. The big thing we have to do is we have to make sure that Iran does not have a nuclear weapon, because if they do, you want to talk about problems, you'd have problems. So very important is that Iran does not have a nuclear weapon, and they've agreed to that. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാനുള്ള സാധ്യതകളിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം വിരൽ ചൂണ്ടുന്നത്. ആണവായുധം നിർമ്മിക്കില്ലെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാമെന്നും ഇറാൻ ഉറപ്പു നൽകിയതായും ഇറാനുമായി കരാർ വൈകാതെ ഒപ്പിടുമെന്നും വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാംഘട്ട ചർച്ച ഈ ആഴ്ച തന്നെ നടക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക ചർച്ച ഈ ആഴ്ച നടക്കുമെന്നും കരാർ ഒപ്പിടാൻ താൻ ഇസ്ലാമാബാദിലേക്ക് പോകുമെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധത്തിന് സുസ്ഥിരമായ അന്ത്യം കുറിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഇറാൻ സ്വാഗതം ചെയ്യുന്നതായി ഇറാന്റെ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി വ്യക്തമാക്കി. ഇസ്രയേലും ലെബനോണും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3:30 പ്രാബല്യത്തിൽ വന്നു. തെക്കൻ ലെബനോണിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്നും ലിതാനി നദിയുടെ തെക്കുഭാഗത്തേക്ക് ലെബനീസ് പൗരന്മാർ യാത്ര ചെയ്യരുതെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ തെക്കൻ ലെബനോണിലെ ഖിയാം, ഡിബൈൻ പട്ടണങ്ങളിൽ ആക്രമണം തുടരുകയാണെന്ന് ലെബനോൺ കുറ്റപ്പെടുത്തി. വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ ലെബനോൺ യോഗം 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്ന് ട്രംപ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇറാനിൽ നാവിക ഉപരോധം തുടരുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഉപരോധം നിലവിൽ വന്ന ശേഷം ഇതുവരെ 14 കപ്പലുകളെ തിരിച്ചയച്ചുവെന്നും ഉപരോധത്തിനായി നിലവിൽ 12 കപ്പലുകളും 100 വിമാനങ്ങളും 10,000-ലേറെ സൈനികരെയും വിന്യസിച്ചുവെന്നും US സൈന്യം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.